എല്ലായ്പ്പോഴും ഭത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം നമ്മളൊന്ന് കണക്കെടുത്താൽ ഈ ദൈവസന്നിധിയിൽ നിൽപ്പാൻ നമുക്കൊരു യോഗ്യതയും കാണില്ല. നമ്മുടെ അയോഗ്യതകളെ പൊറുത്തത് കൊണ്ട്, ക്ഷമിച്ചത് കൊണ്ട്, നമ്മെ സ്നേഹിച്ചത് കൊണ്ട് ഈ സന്ധിയെങ്കിൽ ദൈവപാദമെടുത്ത് ഇരിപ്പാൻ സ്വർഗം ഒരവസരം കൂടി തന്നു. അത് നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കരുണയാ. ആ കരുണയുടെ മുമ്പിൽ നമുക്ക് നമ്മെ താഴ്ത്തിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പറയാം, കർത്താവേ, ഇന്നയോളം നടത്തുവാൻ അവിടുത്തേക്ക് മനസ്സായെങ്കിൽ ഇനിയും അങ്ങ് നടത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പറയാം. ചോദിക്കുന്നതിന്, ചിന്തിക്കുന്നതിന്, നനയ്ക്കുന്നതിന് ഉപ്പരി അന്ത്യത്തോളം കരം പിടിച്ചു നടത്താമെന്ന് പറഞ്ഞ സർവശക്തന്റെ ദയ, തന്റെ കരുണ എത്ര വലിയതെന്ന് ഓർത്ത് നന്ദി പറയാൻ കഴിയുമോ അത്രത്തോളം ദൈവത്തിന് നന്ദി പറയുവാൻ നാം കടപ്പെട്ടിരിക്കണം. കാരണം പലരും വീണപ്പോൾ സ്വത്രം പലർക്കും ഇനി മുൻപോട്ടൊരു ശുഭയാത്ര ഇല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് മനം കലങ്ങി തകർന്നും തളർന്നും ഭവനാന്തരീക്ഷത്തിലും തെരുവോരങ്ങളിലും അതുപോലെ തന്നെ സഹോദരങ്ങളുടെ വീടുകളിലും ആയിരിക്കുമ്പോൾ ഈ നല്ല രാത്രിയിൽ ദീർഘക്ഷമയും മഹാദയുള്ള സർവശക്തനെയും നമ്മോട് കരുണ കാണിച്ച് ഭൂമിയുടെ മുഴപ്പരപ്പിൽ ശാപത്തിനും പാപത്തിനും വിട്ടുകൊടുക്കാതെ നമ്മെ ചേർത്ത് പിടിച്ച് ഇവിടുത്തോളം കൊണ്ടുവന്നതിൽ അത് അപ്പന്റെ കരുണയാണ്, അപ്പന്റെ ദയയാണ്. അവന്റെ കോപം നമ്മുടെ മേൽ വരാതെ ഇരുന്നത് അവൻ നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴമാണ്. അങ്ങനെ ആ സ്നേഹത്തിന്റെ ആഴം നാം അളന്ന് തിട്ടപ്പെടുത്തി മഹത്വം ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ നാം ഒരിക്കലും ലോകത്തിന് മുമ്പിൽ ഒരു പരസ്യക്കോലമാകത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അതറിയുന്ന സർവശക്തൻ ഓരോ സാഹചര്യങ്ങൾക്കും നമുക്ക് തുണയായി കൂടെ നിന്നതുകൊണ്ടാണ് നാം ഇന്നും ഭൂതലത്തിൽ ആയിരിക്കുന്നത്. നമുക്ക് വിശുദ്ധ തിരുവഴുത്ത് നാം പഠിച്ചാൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പോലെ താഴോട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ സത്യമുണ്ട്. ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഇസ്രായേൽ ജനം അടിമകളായി പിടിക്കപ്പെട്ട് മിശ്രൈമിന്റെ അടിമക്കളത്തിൽ കിടന്നു, ഇഷ്ടികക്കളത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളുടെ കുറവുകൾ സമ്മതിച്ച് അവർ നിലവിളിക്കുമ്പോൾ, സ്വത്രം രാത്രിക്കാലം പറയട്ടെ, ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി സ്വർഗം കേട്ടിട്ട് അടങ്ങിയിരുന്നില്ല. ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പുകളെ, നിങ്ങൾ നിലവിളിക്കുമ്പോൾ നിങ്ങളുടെ നിലവിളിയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് സ്വർഗം അടങ്ങിയിരിക്കാതെ ഇറങ്ങി വന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മഹത്വത്തിലേക്ക് നിങ്ങൾ ഉയർത്തുവാൻ മനസ്സുള്ളവനാകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അപ്പനോട് പറയാം, അപ്പ, നിന്റെ ദയയാണ്, നിന്റെ കരുണയാണ്, നിന്റെ വിശ്വസ്തയാണ് ഞങ്ങൾ നിന്നത്. എന്നാൽ മുൻപോട്ട് കടന്നു പോകാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് ഞാനടിക്കുന്നു. ഇതിന്ന് രക്ഷിപ്പാൻ അടുത്തേക്ക് മനസ്സുണ്ടാകണമെന്ന് ആര് ദൈവസന്നിധി പറയുമോ അവർക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കാൻ തുടങ്ങും. ഇവിടെ ഇസ്രായേൽ ജനം തങ്ങൾക്ക് വന്ന പരാജയങ്ങളെ സംബന്ധിച്ച് അവർ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പറയുന്നത്, ഈ കഷ്ടത്തിന്റെ നടുവിൽ നിന്ന്, ഈ വേദനയുടെ നടുവിൽ നിന്ന്, ഈ നിരാശയുടെ നടുവിൽ നിന്ന്, ഈ ഒറ്റപ്പെട്ട നടുവിൽ നിന്ന്, ഈ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിപ്പാൻ അവിടുത്തേക്ക് മനസ്സുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ കുറവുകളെ പൊറുക്കുവാൻ അവിടുത്തേക്ക് മനസ്സുണ്ടാകണമേ, ഞങ്ങളെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം ദൈവസന്നിധിയിൽ നെടുമ്പാട് ഇവിടെ നിലവിളിക്കുമ്പോൾ സർവശക്തനായ ദൈവം ആ നിലവിളി കേട്ടിട്ട് അവർ മുൻകാലങ്ങളിൽ ചെയ്തു പോയ കുറവുകളെ ഓർത്ത് അവരോട് കരുണ കാണിക്കാതിരുന്നില്ല. പിന്നെയോ അനുതാപത്തിന്റെ കണ്ണുനീർ അപ്പന്റെ സന്നിധി വീണപ്പോൾ അപ്പൻ അനുതപിച്ച് മടങ്ങി വന്ന് തന്റെ ജനത്തിന് രക്ഷ ഒരുക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, പാപങ്ങൾ അകത്തിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്ന കരുണ ലഭിക്കുമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെയും മറന്നു കളയാതെ ഈ ദിവസം വരെ സൂക്ഷിച്ചെങ്കിൽ കുഞ്ഞെ നിന്റെ ഇവന്റെയും മിടുക്കല്ല, ദൈവത്തിന്റെ മഹാദയയും കരുണയുമാ. ആ കരുണയുള്ള ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ഒട്ടും കുറഞ്ഞു പോകല്ലേ. നിർത്തിയ ദൈവം എത്ര വലിയവനാണ് ഓർത്ത് നന്ദി പറയുവാൻ രാത്രിക്കാലം നമുക്ക് സമയം കണ്ടെത്താം. അവൻ ആർക്കും കടക്കാരല്ല. അവന്റെ സന്നിധി കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും അവൻ അളന്നു തൂക്കി വില തന്നതിന്റെ മാനിപ്പാൻ മനസ്സുള്ള ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം
നമ്മൾ വായിച്ചാൽ അടുത്ത 14-ാം വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്, എസ്തേരേ, നീ മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരു രക്ഷ വരും, നീ നിന്റെ പിതൃഭവനം നശിച്ചു പോകും. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചില്ല എങ്കിൽ പ്രതികൂലം കടന്നു വരും. സ്തോത്രം. നോക്ക്, പ്രാർത്ഥന തുടങ്ങിയപ്പോൾ സ്വർഗം ഇറങ്ങി വന്നത് പ്രതികൂലം ഉണ്ടാക്കിയവനെ നശിപ്പിക്കുവാനാ. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ജീവിതത്തിനകത്ത് വഴിത്താരയിൽ പലപ്പോഴും നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി കുറവുകൾ, ഒത്തിരി കുറ്റങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ ആ കുറവുകളും കുറ്റങ്ങളും അപ്പന്റെ സ്ഥലം ഇറക്കി വെച്ചിട്ട് അപ്പന്റെ മഹത്വം കാണാൻ ആഗ്രഹിച്ചാൽ സ്വർഗം ആ മഹത്വത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തും. വ്യക്തമായി പറയട്ടെ, ആരൊക്കെ എവിടൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും സർവശക്തനായ ദൈവത്തിന്റെ ദയ നിന്നോട് കൂടെ ഇരിക്കണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളവരും ഇഷ്ടമുള്ളവളുമായി ദൈവത്തോട് കൂടെ നിൽപ്പാൻ തയ്യാറായാൽ മതി. സർവശക്തനായ ദൈവം ഉയർത്തി മാനിക്കും. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുമെങ്കിൽ നാം ഒരിക്കലും തകർന്നു പോകാൻ ഇടയാവത്തില്ല. സ്വത്രം. ദൈവത്തിന്റെ വചനം നാം പഠിച്ചാൽ അവിടെ കാണാൻ കഴിയും. സ്വത്രം. സർവശക്തനായ ദൈവം താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് തോന്നിയ കാര്യങ്ങൾ ദൈവം മുമ്പാകെ ഇറക്കി വെച്ച് നീ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ ജീവിതത്തിന്റെ കഷ്ട എടുത്തു മാറ്റി സമാധാനത്തോടെ സന്തോഷത്തോടെ യാത്രയുടെ സ്വർഗത്തിൽ അപ്പം നിന്നെ സഹായിക്കും. സ്വത്രം. എന്തുകൊണ്ടാണ് പലപ്പോഴും പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നമ്മൾ ദൈവത്തെ പിൻപറ്റുകയോ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ യാത്ര ചെയ്യുകയോ ചെയ്യാതെ ലോകം പറയുന്ന വാക്കിന്റെ പിൻപാലെ നാം യാത്ര ചെയ്യുമ്പോൾ നാം പല സാഹചര്യങ്ങളിൽപ്പെട്ട് തകർന്നു പോകുവാനിടയായി തീരും. സ്വത്രം. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞ ഇങ്ങനെയാണ്. സ്വത്രം. നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ സ്വത്രം താഴ്ത്തി കൊടുത്തിട്ട് ദൈവത്തിന് മുൻപാകെ തല ഉയർത്തി ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ അറിയിപ്പാൻ തയ്യാറാകുമെങ്കിൽ ഒരനർത്ഥവും വന്ന് ഭവിക്കാതെ സർവശക്തനായ ദൈവം അന്ത്യത്തോളം നിങ്ങളെ കരം പിടിച്ചു നടത്തും. സ്വത്രം. നമുക്ക് ഇസ്രായേൽ ജനം വിടുതൽ പ്രാപിച്ച് മരുഭൂമിയുടെ കടന്നു വരുമ്പോൾ അവർക്ക് വിശന്നും ദാഹിച്ചും വല്ലാത്ത കഷ്ടത്തിലായി. സ്വത്രം. അദൃശ്യനായ ദൈവത്തെ അവർ വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട്, എന്നാൽ വഴിയിൽ ദാഹം കടന്നു വന്നപ്പോൾ, ആഹാരത്തിന് കുറവ് വന്നപ്പോൾ അവർ മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വത്രം. ഈ ജനത്തിന് വഹിപ്പാൻ കഴിയാത്ത പ്രതിസന്ധി കടന്നു വന്നിരിക്കുന്നു. മോശേ, നീ അവർക്ക് വേണ്ടത് കൊടുക്ക്, ഇല്ലെങ്കിൽ അവർ തെറ്റിപ്പോകും, അവർ നിന്നെ വിട്ടുപോകും, അവർ എന്നെ വിട്ടു പോകും. സ്വത്രം. മോശ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമെങ്കിൽ, നിങ്ങളുടെ കുറവുകളാണെന്ന് സമ്മതിച്ച് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, സ്വത്രം. സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ സംഭവിച്ചു പോയി തെറ്റുകളാണെന്ന് സമ്മതിച്ച് മാപ്പിരക്കുമെങ്കിൽ സർവശക്തനായ ദൈവം ഉയരത്തു നിന്ന് കേട്ട് മറുപടി അയക്കും. ജനമൊരുമിച്ച് ദൈവസന്നിധി കരഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം മോശയിലൂടെ തന്റെ ജനത്തിനു വേണ്ടുന്ന നന്മ കൊടുക്കുവാൻ മരുഭൂമിയിൽ ഉറവ തുറന്നെങ്കിൽ ഈ രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, നിന്റെ ആവശ്യങ്ങൾക്ക് മരുഭൂമിയുടെ ഉറവയല്ല സ്വർഗം തുറക്കാൻ പോകുന്നത്, സ്വർഗീയ കലവറയാണ് നിനക്ക് തുറക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന മഹത്വം അത് ചെറുതല്ല, അത് വലിയതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ നീ കാണാത്തതും അഗോചരമായ വൻ കാര്യങ്ങളെ പ്രാപിച്ചെടുക്കുന്ന സ്വർഗത്തിന്റെ കരത്തിൽ തരും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. സർവശക്തനായ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, എല്ലാ സങ്കടങ്ങളും സന്തോഷമാക്കി മാറ്റുന്ന അപ്പന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. ആ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് കേട്ട് അവൻ മറുപടി അയക്കുമ്പോൾ നിന്ദിച്ചവരും പരിഹസിച്ചവരും കുറ്റം പറഞ്ഞവരും ഒറ്റപ്പെടുത്തിയവരുമെല്ലാം നിന്നെ നോക്കി പറയും, അവന്റെ കണ്ണുനീരിന് സ്വർഗം മറുപടി അയച്ചു. അവനും അവന്റെ കുഞ്ഞുങ്ങളും അവളുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കപ്പെട്ടെന്ന് ലോകം പറയുന്ന ഒരു ദിവസം വരും. ഇന്നൊരു പക്ഷേ പ്രതിസന്ധിയായിരിക്കാം, ഇന്നൊരു പക്ഷേ കഷ്ടമായിരിക്കാം, ഇന്നൊരു പക്ഷേ രോഗമായിരിക്കാം, ഇന്നൊരു പക്ഷേ ദുഃഖമായിരിക്കാം, ഇന്നൊരു പക്ഷേ നഷ്ടമായിരിക്കാം. ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്നുള്ള പ്രതിസന്ധി കടന്നു പിടിച്ചിട്ട് നീ തകർന്നിരിക്കാം. പക്ഷേ ആ ഇരിപ്പിൽ നിന്നെ ഇരുത്തുകയില്ല. എന്റെ ദൈവം നിന്റെ തകർച്ചകളെ മാറ്റി നിന്നെ ഉയർത്തുവാൻ മനസ്സുള്ളവനായതുകൊണ്ട് അവൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് കരയണ്ട എന്ന് പറഞ്ഞ് നിന്റെ കണ്ണുനീര് തുടച്ച് നിന്റെ കരം പിടിച്ചു വരുന്നത് വിശ്വസിച്ചുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി നിന്ന മോശയ്ക്ക് പറയാനൊരു കാര്യമുണ്ട്. തീയുടെ നടുവിൽ വെളിപ്പെട്ട എന്റെ സർവശക്തൻ തീയുടെ നടുവിൽ മാത്രമല്ല എന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. തീയുടെ നടുവിൽ മാത്രമല്ല എന്റെ കർത്താവ് വെളിപ്പെടുന്നത്, നിന്റെ കണ്ണുനീരിന്റെ മുമ്പിലും എന്റെ കർത്താവ് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ നോക്ക്, സുവിശേഷം നിമിത്തം പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അടുത്ത പ്രഭാതത്തിൽ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ കൊണ്ടു നിർത്തി അവരെ ന്യായം വിധിച്ച് ശിരച്ഛേദം നടത്തേണ്ടതിന് സ്വത്രം രാജപ്രമാണിമാരും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ആൾക്കാരും കൂടെ ചേർന്ന് പദ്ധതികൾ ഒരുക്കുമ്പോൾ സ്വത്രം ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നത്, നിന്റെ വിചാരങ്ങൾക്കപ്പുറത്ത്, നിന്റെ ചിന്തകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ കരം ചലിക്കേണ്ടതിന് കുഞ്ഞെ ദൈവ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. സ്വത്രം എന്നാണ് അവർ ഏൽപ്പിച്ചു കൊടുത്തത്. അവർക്കറിയാം നാളെ പ്രഭാതമാകുമ്പോൾ ന്യായവിസ്താര കോടതിയിൽ കൊണ്ടുപോയി ഞങ്ങളുടെ തലവെട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അതിന് വിട്ടുകൊടുക്കാതെ ഞങ്ങളെ സംരക്ഷിക്കും. ഇനി സംരക്ഷിച്ചാലും ഇല്ലെങ്കിലും സ്വത്രം ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ ചെയ്തെടുക്കുന്ന വിശ്വാസത്തോടെ ആ രാത്രികാലവും കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ കൈകാലുകൾ ആമത്താൽ പൂട്ടപ്പെട്ടെങ്കിലും അധരം ബന്ധിപ്പാൻ കഴിയാതെ ഇരുന്നുകൊണ്ട് അവർ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ കാരാഗ്രഹത്തിനകത്ത് ഇളക്കം തട്ടി അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു. വ്യക്തമായി പറയട്ടെ, ലോകം കെട്ടുന്ന ഒരു കെട്ടും ദൈവപ്പനെ നിനക്കോ നിന്റെ കുഞ്ഞുങ്ങൾക്കോ മുറുകപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം സകല കെട്ടുകളെ അഴിച്ച് നിന്നെ സ്വതന്ത്രമാക്കി എടുത്ത് അവൻ ഇഷ്ടമുള്ള മാനപാത്രമാക്കി തീർത്തെങ്കിൽ സ്വന്തം ലോകത്തിന് നിന്നെ ബന്ധിച്ചു വെക്കാൻ പറ്റത്തില്ല. ഒരു പിശാചിനെ തകർക്കാൻ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ കണ്ണുനീർ എല്ലാ കാലത്തും നീ അനുഭവിക്കേണ്ടി വരത്തില്ല. സന്തോഷത്തിന്റെ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ നാളുകളായി കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കും. പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കാരാഗ്രഹത്തുള്ളവർ ആ പാട്ട് കേട്ടു, ആ പ്രാർത്ഥന കേട്ടു, അവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഏകാഗ്രതയോടെ ജനം ആ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുത്തപ്പോൾ, ആ പാട്ടിന് താളം കൊട്ടിയപ്പോൾ അവരുടെ ഉള്ളത്തിനകത്തുണ്ടായാലും വലിയ സന്തോഷം ആ കാരാഗ്രഹത്തിനകത്തുണ്ടായി. കാരണം സകല വാതിലുകളും തുറക്കപ്പെട്ടു. Praise the Lord. Praise the Lord. നിനക്കെതിരെ ശത്രു കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകൾ നിന്റെ പ്രാർത്ഥനയാൽ അഴിയും. സ്വത്രം. നിന്റെ സന്തതിയെ കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകൾ നിന്റെ പ്രാർത്ഥനയാൽ അഴിയും. നിന്റെ ജീവിതത്തിന്റെ നന്മകളെ കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകൾ നീ പ്രാർത്ഥിച്ചാൽ അഴിയും. സ്വത്രം. നീ മുൻപോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ തടഞ്ഞു വച്ചിരിക്കുന്ന സകല തടസ്സങ്ങളും നീ പ്രാർത്ഥിച്ചാൽ മാറിപ്പോകും. കാരണം പ്രാർത്ഥന കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. കാരാഗ്രഹത്തിനകത്തുനിന്ന് അവർ ചിന്തിക്കാതെ അവർ സാധാരണ ചെയ്തു വരുന്നത് പോലെ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ സർവശക്തനായ ദൈവം കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി. സ്വന്തം കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി സകല ഗേറ്റുകളുടെ ചങ്ങലകൾ പൊട്ടിച്ച് കാരാഗ്രഹ പ്രമാണിയെ ആ ദേവദാസന്മാരുടെ അടുക്കലേക്ക് സ്വർഗം കൊണ്ടുവന്നെങ്കിൽ വചനം പറയുന്നത് ഇങ്ങനെയാ, നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കില്ല. Praise the Lord. Praise the Lord. നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കാതിരിക്കണമെങ്കിൽ സർവശക്തന്റെ കരത്തിൽ നീ നിന്നെ കൊടുക്കണം. സ്വത്തം. ഈ ജീവിതയാത്രയിൽ പലപ്പോഴും നാം അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ അത് ദൈവത്തിന്റെ മുമ്പാകെ നിരത്തി വെക്കുമ്പോൾ സ്വർഗം അതിന് മാപ്പ് തരാൻ മനസ്സുള്ളവനാ. ഒത്തിരി കരഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ടാകും. ഇത്തിരി കരഞ്ഞാൽ ഇത്തിരി സന്തോഷമുണ്ടാകും. ഒത്തിരി പ്രാർത്ഥിച്ചാൽ ഒത്തിരി നന്മ പ്രാപിക്കാം. കുറച്ച് പ്രാർത്ഥിച്ചാൽ കുറച്ച് നന്മ പ്രാപിക്കും.
പ്രാപിക്കാം. എന്നാൽ ഈ രാത്രികാലം വ്യക്തമായി പറയട്ടെ, സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്താമെന്ന് പറഞ്ഞ സർവശക്തൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി കാരാഗ്രഹ പ്രമാണിയെ സ്വത്രം ഒരുക്കിയെടുക്കാൻ പദ്ധതി ഒരുക്കിയെങ്കിൽ കാരാഗ്രഹ പ്രമാണി പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവരക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? സ്വത്രം ജീവരക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണ്ടു? കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായി ഇവർ സാധാരണ വ്യക്തികളല്ല, ഇവർ അസാധാരണ വ്യക്തി. നമുക്ക് നമ്മുടെ വില അറിയത്തില്ല, പക്ഷെ പിശാചിന് നന്നായിട്ട് അറിയാം നമ്മുടെ വില. സ്വത്രം നമ്മുടെ വില മുഴുവനേക്കാൾ വലിയതാ, അത് പിശാചിന് നന്നായിട്ട് അറിയാം. അവന്റെ തല തകർക്കാനുള്ളവനാണ് ഈ ഞാനും. അങ്ങനെയാണെങ്കിൽ പോരാട്ടം നിന്നോടാ, പോരാട്ടം എന്നോടാ. എങ്ങനെ തകർക്കണം, എങ്ങനെ ഇല്ലാതാക്കണം, എങ്ങനെ മുടിച്ചു കളയണം, എങ്ങനെ കൃപയിൽ നിന്ന് നിന്നെ തകർക്കാം എന്ന് ചിന്തിച്ച് പിശാച് പോരാടുമ്പോൾ, ദൈവ പൈതലേ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ടല്ലോ, ആ ദൈവ സാന്നിധ്യം ഒരിക്കൽ നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം സർവശക്തനായ ദൈവം നിന്നെ വിളിച്ചത് ലോകത്തിന് മുമ്പിൽ ഒരു പരസ്യ കോലമാക്കാനല്ല, പിന്നെയോ മഹത്വത്തോടെ തല ഉയർത്തി നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. അവൻ ഞങ്ങളെ ഉയർത്തി എന്ന് പറയുന്നതിന് സ്വർഗം കണ്ടിരിക്കുമ്പോൾ ഈ രാത്രികാലം വ്യക്തമായി പറയട്ടെ, പാമ്പുകളെയും തേളുകളെയും ശത്രുക്കളുടെ സകല ബലത്തെയും ചവിട്ടണ നിനക്ക് അധികാരം വന്നു പറയുക, ഒരനർത്ഥവും നിനക്ക് വന്ന് ഭവിപ്പാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരാഗ്രഹ പ്രമാണി അവർ പറഞ്ഞ വാക്കുകൾ കേട്ട് കർത്താവിനെ സ്വീകരിപ്പാനിടയായി തീർന്നെങ്കിൽ ഈ നല്ല രാത്രിയിൽ നിങ്ങളോടും പറയട്ടെ, തെറ്റ് ചെയ്യാത്തവരും കുറ്റം ചെയ്യാത്തവരും ആരുമില്ല. സ്വത്രം പരാജയം സംഭവിക്കാത്തവരാരുമില്ല. പക്ഷേ അപ്പന്റെ മുൻപാകെ അത് സമ്മതിക്കുമ്പോഴാണ് അപ്പൻ അതിന് മാപ്പ് തരുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസും ശീലാസും ആ കാരാഗ്രഹ പ്രമാണിയോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അറിയിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തതുപോലെ ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന കൂടപ്പിറപ്പുകളെ, കുഞ്ഞുങ്ങളെ, മാതാവേ, പിതാവേ, സഹോദരങ്ങളെ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നിന്റെ പാപം എത്ര കടുഞ്ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കണമെന്ന് എന്റെ കർത്താവ് നിന്റെ അടുക്കലേക്ക് വരുവാൻ നീ ഒരു അവസരം കൊടുക്കുമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വത്തിൽ നീ മാത്രമല്ല നിന്റെ സന്തതി ഉയർത്തപ്പെടും. ദൈവത്തിന്റെ വചനം നാം പഠിച്ചാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞിങ്ങനെയാണ്, ഞാൻ ആർക്കും കടക്കാരനല്ല. സ്വത്രം ഞാൻ ആർക്കും കടക്കാരനല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം സ്വത്രം 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യമാണ് പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ കൃപയിൽ നിന്ന് വീഴാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. സ്വത്രം നോക്ക്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകളൊന്നും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ തരികയില്ല. സ്വത്രം ഞാൻ വിശ്വസ്തനായി നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസ്തരായിരിപ്പീൻ. സ്വത്രം നോക്ക്, ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നത്, നിങ്ങൾക്ക് നടപ്പല്ലാത്ത പരീക്ഷയൊന്നും ഞാൻ നിങ്ങൾക്ക് തരികയില്ല. സ്വത്രം ഇത്ര നല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ആഴം എത്ര വലിയതാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. നമുക്ക് ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം സ്വത്രം 6-ാം അധ്യായം അതിന്റെ 14-15 വാക്യം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിഴ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബിലയാമനും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദേവാലയത്തിന് വിഗ്രഹങ്ങളുടെ എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. സ്തോത്രം. ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ നാം ജീവനുള്ള കല്ലുകളായിരിക്കണം. സ്തോത്രം.
എന്ന് പറഞ്ഞാൽ സ്വത്രം നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, ഇടപാടുകൾ, നമ്മുടെ സമീപനം, ഇതൊക്കെ ദൈവത്തോടും ദൈവമക്കളോടും കൂടെ നീതിപൂർവമാവണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നമ്മിൽ നിന്ന് എടുത്തു കളയാതെ നമ്മുടെ കുറവുകളെ അവൻ ക്ഷമിച്ച് നമ്മെ ചേർത്ത് പിടിക്കും. സ്വത്രം. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ജീവനുള്ള കല്ലുകളായി നാം ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കണം. സ്വത്രം. ദൈവത്തിന്റെ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കണം. സ്വത്രം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാട് യാഗമായി സമർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. എഫേസ്യർ 5-ാം അധ്യായം അതിന്റെ 1-2 വാക്യമാണ്. സ്വത്രം. സ്നേഹത്തിൽ നടപ്പീൻ. സ്വത്രം. ജീവിതത്തിൽ പലപ്പോഴും പിശാച് ചെയ്യുന്ന പരിപാടി ആ ഒരു സ്നേഹ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി കളയാൻ, സ്നേഹ കൂട്ടായ്മയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ അവൻ പദ്ധതി ഒരുക്കുക. സ്വത്രം. അതുകൊണ്ട് കർത്താവ് പറയാണ്, സ്വത്രം, എഫേസ്യർ 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പറയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്വത്രം. നമുക്ക് വ്യക്തമായി പറയുന്നത്, സ്വത്രം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധവർക്കം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളുടെ സ്വർലോകത്തിന് ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർക്കം ധരിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദുർദിവസങ്ങൾ വരും. ആ സമയം ദൈവത്തിന് മഹത്വവും ദൈവത്തിന് പ്രസാദവുമുള്ളവരായി ദൈവമുഖത്തേക്ക് നോക്കി നിൽപ്പാൻ നാം തയ്യാറാകുമെങ്കിൽ സ്തോത്രം, ജീവിതത്തിൽ നാം വീണ് തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്കിങ്ങനെയാണ്, വീഴുവാൻ തക്കവണ്ണം അവൻ എന്നെ തള്ളി, എങ്കിൽ വീഴാതെ വണ്ണം യഹോവ എന്നെ താങ്ങി. സ്വത്രം. നോക്ക്, വീഴുവാൻ തക്കവണ്ണം ആര് തള്ളി? പിശാച് തള്ളി. പക്ഷെ വീഴാതെ താങ്ങിയത് സർവശക്തനായ ദൈവമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യമാണ്, യോബിന്റെ സന്തോഷം സ്വത്രം ആർക്ക് സഹിച്ചില്ല? സ്വത്രം പിശാചിന് സഹിച്ചില്ല. സ്വത്രം. എന്തുകൊണ്ടാണ് പിശാചിന് സഹിക്കാഞ്ഞത്? അവന്റെ മക്കൾ, അവന്റെ കൂട്ടാളി ഒക്കെ ദൈവത്തെ ആരാധിക്കുന്നു. യോബ് ദൈവത്തെ ആരാധിക്കുന്നു. അവന്റെ വീട്ടിൽ സകല നന്മകളും ഉണ്ട്. അതുകൊണ്ട് അത് കണ്ടപ്പോ ആർക്ക് സഹിച്ചില്ല? പിശാചിന് സഹിച്ചില്ല. അവൻ ചെയ്ത പണിയാണ് സ്വത്രം. എങ്ങനെയും യോബിന്റെ നന്മയിൽ തകർക്കണം. സ്വത്രം. അവൻ പദ്ധതി ഒരുക്കി, പക്ഷേ സ്വർഗം ആ പദ്ധതിയെ പൊളിച്ചെങ്കിൽ ഇന്ന് രാത്രിക്കാലം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങളിൽ വെളിപ്പെടേണ്ടതിന് സർവശക്തൻ ഉള്ളം കരത്തിൽ വിട്ടുകൊടുക്ക. സർവശക്തൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ യോബിന് സ്വർഗം കൊടുത്ത ഇരട്ടി പങ്കുപോലെ നിങ്ങൾക്ക് തന്നു നടപ്പാൻ എന്റെ കർത്താവ് മതിയായവനാ. ആരൊക്കെ എവിടൊക്കെ എങ്ങനൊക്കെ നിന്ന് വാദിച്ചാലും പ്രിയ ദൈവ പൈതലേ, നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകൊണ്ട് നീ ജയിച്ച് പുറത്തു വരും. നിന്നെ തകർക്കുമെന്ന് പിശാച് തകർന്നു വീഴുന്നു നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ലോകം പറയും അവൻ ദൈവത്തെ സേവിച്ചതിന്റെ പ്രതിഫലമാണ് അവനും അവന്റെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവത്തോട് കൂടെ നിൽപ്പാൻ മനസ്സ് കാണിച്ചത് കൊണ്ടാണ് അവനും അവന്റെ കൂട്ടാളിയും അനുഗ്രഹിക്കപ്പെട്ടത്. സ്വത്രം. ദൈവത്തെ പിൻപറ്റിയത് കൊണ്ടാണ് അവന്റെ കലവറ ശൂന്യമാകാതെ നിറവായി മാറിയത്. ദൈവനാമം ഉയർത്തുവാൻ ചുമല് കൊടുത്തത് കൊണ്ടാണ് അവൻ ദേശത്തിൽ തല ഉയർത്തിയത്. നോക്ക്, ഇന്നു വരെയും പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളോട് പറയട്ടെ, ഈ പുസ്തകം ചുമന്ന ഒരൊറ്റ
വ്യക്തിയെയും സ്വർഗത്തിൽ ദൈവം കൈവിട്ടിട്ടില്ല. ഒരൊറ്റ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടാതെ ഇരുന്നിട്ടില്ല. ഈ പുസ്തകം ചുമന്ന ഒരു കുടുംബവും നശിച്ചുപോയ ചരിത്രവുമില്ല. വ്യക്തമായി പറയട്ടെ, ഇത് ജീവന്റെ പുസ്തകമാണ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഈ ദൈവത്തിന്റെ വചനം ചുമക്കുന്നവനെ സ്വർഗത്തിലേക്ക് ചുമക്കുമെന്ന് പറഞ്ഞ വാർദ്ധക്യവും നനയുമുള്ള കാലം കുഞ്ഞെ ഈ പുസ്തകം നീ ചുമന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വാർദ്ധക്യകാലം ഈ പുസ്തകത്തിലെ ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ ചുമക്കും. എന്റെ ദൈവം ആണ്ടുകൾ കഴിയും മുമ്പേ ജീവിപ്പിക്കുന്ന ദൈവമാണ്. സ്വത്രം കാലങ്ങൾ കടന്നു പോയെന്ന് കരുതി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാതെ ഇരിക്കത്തില്ല. കാരണം കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന്. അങ്ങനെ അനാഥനായി വിടാത്ത കർത്താവ് അന്ത്യത്തോളം നിന്നെ കരുതി നടത്തുന്നു. വിശ്വസിച്ചുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുത്തിട്ട് വചനം പറയുന്ന പ്രകാരം അവരുടെ പറ്റിച്ചേർന്നില്ല, നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ കടന്നു വരും, ജീവിതത്തിൽ പലപ്പോഴും പ്രതികൂലങ്ങൾ കടന്നു വരും. അതൊന്നും നിന്റെ നാശത്തിനല്ലെന്ന് തിരിച്ചറിയണം. കാരണം നീ സേവിക്കുന്ന ദൈവം നിന്നെ നാശത്തിന് വിട്ടുകൊടുക്കത്തില്ല എന്ന് തിരിച്ചറിയണം. സ്വത്രം. അതുകൊണ്ടാണ് യോബിനെ പരീക്ഷിപ്പാൻ പിശാച് നമ്മൾ പറഞ്ഞ് അവന്റെ പ്രാണനെ തൊട്ടുപോകരുത്, ബാക്കിയുള്ള ഈ ലോകത്തിന്റെ ദാനമാ, അതെല്ലാം നീ അങ്ങ് എടുത്തോ, എങ്കിലും എന്റെ ദാസൻ എന്നെ പിന്തള്ളത്തില്ല. സ്വത്രം. എന്റെ ദാസൻ എന്നെ തള്ളിപ്പറയത്തില്ല. സ്വത്രം. നമുക്ക് എല്ലാവരും വന്ന് യോബിനോട് പറയുന്നുണ്ട്, ഈ വ്രണം ബാധിച്ച ശരീരവുമായി ഇനി ദൈവം പ്രവർത്തിക്കുന്നത് നോക്കിയിരിക്കാതെ കരുണയുള്ള ദൈവമായിരുന്നെങ്കിൽ, ദയവുള്ള ദൈവമായിരുന്നെങ്കിൽ ഇത്രത്തോളം വ്രണത്തിലാക്കി നിന്നെ ശിക്ഷിക്കുമായിരുന്നു. ഇത്ര കരുണയില്ലാത്ത ദൈവത്തിന്റെ സന്നിധിയിൽ നീ എന്തിനായി വിശ്വാസം മുറുകെ പിടിച്ചോണ്ടിരിക്കുന്നത്? വ്യക്തമായി പറയട്ടെ, യോബിന് പറയാൻ ഒന്നുണ്ട്. യഹോവ തന്നതാ ഞാൻ അനുഭവിച്ച സന്തോഷം. യഹോവ തന്നതാ ഞാൻ അനുഭവിച്ച സന്തോഷം, ഞാൻ അനുഭവിച്ച നന്മ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴൽപ്പം കഷ്ടം വന്നു, ഇപ്പോഴൽപ്പം നഷ്ടം വന്നു, ഇപ്പോഴൽപ്പം വേദന വന്നു എന്ന് കരുതി ഞാൻ എൻ്റെ ദൈവത്തെ ഒരു കാലത്തും തള്ളിപ്പറയത്തില്ല. കാരണം എൻ്റെ ശുഭകാലത്ത് അവൻ എനിക്ക് സകലതും നൽകി തന്നെങ്കിൽ എൻ്റെ കഷ്ടകാലത്തിൽ അവൻ്റെ തുണയായി എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇത്ര വലിയ വിശ്വാസം വിശ്വാസിയെ നിന്റെ അകത്ത് പരിണമിച്ചാൽ ഈ ലോകത്തിൽ ഒരന്ധകാര ശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലമടക്ക് പ്രാർത്ഥിച്ചു തുടങ്ങ്. സ്വർഗം നിന്നെ ഉയർത്തി മാനിക്കും. സാഹചര്യങ്ങളുടെ വെളിച്ചം പലപ്പോഴും നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാതെ നമ്മെ അകറ്റിക്കൊണ്ടു പോകും. പക്ഷെ സാഹചര്യം നോക്കി നിൽക്കുന്നത് ഒരിക്കലും സ്വത്രം വിതയ്ക്കത്തില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. സ്വത്രം. അതതിന്റെ സമയങ്ങളിൽ വിതച്ചാൽ തക്ക സമയത്ത് കൊയ്തെടുക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിന്നെ വിളിച്ച ദൈവം നിന്നെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണെന്നും, എന്തെല്ലാം പ്രതികൂലം കടന്നു വന്നാലും, എന്തെല്ലാം കുറവുകൾ സംഭവിച്ചാലും അതിനെയൊക്കെ നീക്കി എൻ്റെ ദൈവനെ ചേർത്ത് പിടിച്ച് ഞാൻ ആഗ്രഹിച്ച തുറമുഖത്ത് കൊണ്ട് എത്തിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ അകത്ത് വന്നാൽ നമ്മൾ ജയിച്ചു. തകർക്കുമെന്ന് പറയുന്ന, മുടിക്കുമെന്ന് പറയുന്ന, നമ്മെ ദേശത്തുനിന്ന് ഓടിക്കുമെന്ന് പറയുന്ന, ദൈവശബ്ദം ഉയരാൻ സമ്മതിക്കില്ലെന്ന് പറയുന്ന ഒരു പൈശാചികനും നിന്നെ ജയിക്കില്ല, നിന്റെ മക്കളെ ജയിക്കില്ല. കാരണം വിജയം നിന്റേതാ. വിജയിച്ചവൻ അതിന്റെ കൂടെ നിൽക്കുന്ന, പരാജയപ്പെട്ടവനല്ല. ഏതെല്ലാം നിലവാരത്തിൽ പരാജയപ്പെടുത്താൻ നോക്കിയിട്ടും അവർ പരാജയപ്പെട്ടതല്ലാതെ നീ സേവിക്കുന്ന ദൈവം പരാജയപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ നീയും പരാജയപ്പെടുവാൻ സ്വർഗം വിട്ടുകൊടുക്കത്തില്ല. നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണേണ്ടത് നിന്നോട് കൂടെ ഉണ്ടാകും എൻ്റെ അപ്പൻ. അതുകൊണ്ട് നമുക്കും ആ അപ്പനോട് ചേർന്ന് നിൽക്കാം. നമുക്ക് കരീതു തോട്ടിന്റെ കരയിലിരുന്ന് ഇനി കാക്ക വരത്തില്ലല്ലോ നോർത്ത് വിലപിച്ച സമയത്ത് സ്വന്തം ഒരു സാരാപത്തിലെ വിധവയെ സ്വർഗം കരുതിയെങ്കിൽ, സാരാപത്തിലെ വിധവ ഭവനത്തിലെ കലവറ ശൂന്യമായി കിടന്നിടത്തിന് നിറച്ചെങ്കിൽ, കർമ്മേലിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഏലിയാവിന് വിശ്വാസമുണ്ട്, ഇവിടുത്തോളം എന്നെ കൊണ്ടുവന്നത് സർവശക്തനായ ദൈവമാ. ഇന്നയോളം എന്നെ കൊണ്ടുവന്നത് സർവശക്തനായ ദൈവമാ. ഇന്നയോളം ഞാൻ കഴിച്ച ആഹാരം, ഞാൻ ഉടുത്ത വസ്ത്രം, ഞാൻ ജീവിച്ച ജീവിത സാഹചര്യങ്ങൾ, ഞാൻ പാർക്കുന്ന ഭവനം
ഞാൻ പോകുന്ന ഇടങ്ങൾ എല്ലാം എന്നെ കാത്തതല്ല സർവശക്തനായ ദൈവമാണ്. അവൻ എന്നോട് കൂടെയുള്ളിടത്തോളം കാലം ഞാൻ പരാജയപ്പെടത്തില്ല. എന്നെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞു ശത്രു എന്റെ മുമ്പിൽ പരാജയപ്പെടും. ഞാൻ എന്റെ ദൈവത്തിന്റെ മഹത്വം കാണും. എമ്മലിന്റെ കൊടുമുടിയിൽ ഈ ഏലിയാവിൽ നിന്ന് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണേ. നീ എന്റെ ദൈവം, ഞാൻ നിന്റെ ദാസൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വിശ്വാസം പറയാൻ കഴിയുമോ? എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന് വിശ്വാസം പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടും. സർവശക്തനായ ദൈവം ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമായതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി ഇയ്യോബിനെ പാലിച്ചെങ്കിൽ നിന്നെയും എന്നെയും ഇന്നുവരെയും കാത്തതും സർവശക്തനായ ദൈവമാണെന്ന ആ ഉറച്ച വിശ്വാസത്തോടെ അവൻ ഉള്ളവരെ നമുക്ക് താഴ്ത്തി കൊടുക്കാം. നമുക്ക് കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല രാത്രിയിൽ നിന്റെ മാറ്റമില്ലാത്ത വചനം കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളിൽ എത്തിക്കുവാൻ സ്വർഗം മനസ്സ് കാണിച്ചെങ്കിൽ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്കൊരു സുഖ നിദ്ര തരണം. ഞങ്ങളെപ്പോലുള്ള സമപ്രായക്കാർ അനേകർ മരണം വഴിയായി ലോകത്തു നിന്ന് പോയപ്പോൾ അനേകർ ഈ സന്ധ്യയുടെ യാമത്തിൽ പ്രാണന് വേണ്ടി കർത്താവ് ഹോസ്പിറ്റൽ ഐസിയുവിൽ മല്ലിടുമ്പോൾ ഒരാപത്തും വരുത്താതെ കണ്ണന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഈ രാത്രിയുടെ യാമത്തിൽ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ പിരിയുന്നു. പിരിയാത്തവരുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. വീണ്ടും ഒരുമിച്ച് കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾ കർത്താവെ ബലമോട്ട് വരും സമയം വരെയും അവിടുത്തെ ദൂതഗണങ്ങൾ കൊണ്ട് കാവൽ